ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം കൈകാര്യം ചെയ്യാൻ ബാങ്കുകൾ സാധാരണയായി നമ്മളുടെ പേരിനൊപ്പം നോമിനികളുടെ പേരുകൾ കൂടി ആവശ്യപ്പെടാറുണ്ട്. അക്കൗണ്ട് ഉടമയുടെ കാലശേഷം ഒരു നിക്ഷേപമോ സമ്പാദ്യമോ ആരുടെ കൈകളിലേക്ക് എത്തിച്ചേരാനാണോ അക്കൗണ്ട് ഉടമ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. മിക്ക ആളുകളും തനിക്ക് പിന്തുടർച്ചാ അവകാശമുള്ള മക്കളെയോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെയുള്ള ഒറ്റയാളെയാണ് നാമനിർദ്ദേശം ചെയ്യാറുള്ളത്. എന്നാൽ 2025 ബാങ്കിംഗ് നിയമ ഭേദഗതിയിൽ വന്ന മാറ്റം ദയവായി ശ്രദ്ധിക്കുക. 2025 ബാങ്കിംഗ് നിയമ ഭേദഗതിയിൽ സർക്കാർ വിജ്ഞാപനം ചെയ്തത് അനുസരിച്ച് ബാങ്ക് അക്കൗണ്ടുകൾക്കും ലോക്കറുകൾക്കും നോമിനികളെ നിശ്ചയിക്കുന്നതിനുള്ള പുതുക്കിയ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പഴയ 1949 ബാങ്കിംഗ് ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ 4 നോമിനികളെ വരെ ചേർക്കാൻ കഴിയും. മുൻപ് ഒരാളെ മാത്രമേ ചേർക്കുവാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഒരേ സമയം തന്നെ ഇതിന്റെ നടപടിക്രമം പൂർത്തിയാക്കാനും കഴിയും. ഒരേ സമയം നാമനിർദ്ദേശം ചെയ്യുമ്പോൾ എല്ലാ നോമിനികൾക്കും അക്കൗണ്ട് ഉടമ മുൻകൂട്ടി നിശ്ചയിച്ച അനുപാതത്തിൽ പണം ലഭിക്കും. ഉദാഹരണത്തിന് അക്കൗണ്ട് ഉടമ 4 പേരെ നോമിനികളായി നിയമിക്കുകയും അവർക്ക് യഥാക്രമം 40%, 30%, 20%, 10% എന്നിങ്ങനെയുള്ള വിഹിതം നിശ്ചയിച്ചു എന്നും കരുതുക. നിക്ഷേപകന്റെ മരണശേഷം അവർക്ക് അവരുടെ വിഹിതം ഉടനടി ലഭിക്കും. ഓരോ നോമിനിക്കും നിക്ഷേപ തുകയുടെ അനുപാതം വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. കൂടാതെ മുഴുവൻ നിക്ഷേപ തുകയുടെയും കാര്യത്തിൽ നോമിനികൾക്കുള്ള അനുപാതം നിർദ്ദേശിക്കുകയും വേണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നോമിനിയിൽ ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ ബാങ്ക് മരണപ്പെട്ട നോമിനിക്ക് വേണ്ടി നിർദ്ദേശിച്ച വിഹിതം നാമനിർദ്ദേശം ചെയ്തിട്ടില്ലാത്തതുപോലെ കണക്കാക്കും. നാമനിർദ്ദേശത്തിന്റെ ക്രമം വ്യക്തമായി പരാമർശിച്ചിട്ടില്ലാത്ത സാഹചര്യമാണെങ്കിൽ നാമനിർദ്ദേശത്തിൽ അവരുടെ പേരുകൾ പ്രത്യക്ഷപ്പെടുന്ന ക്രമത്തിൽ വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്തതായി കണക്കാക്കും. സാധാരണയായി ഓരോ നോമിനിയെയും നിർദ്ദേശിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിക്ഷേപകന്റെ നിയമപരമായ അവകാശികൾക്ക് പണം കൈമാറേണ്ടതുണ്ടല്ലോ. മരണശേഷം വരാവുന്ന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന്മേലുള്ള തർക്കങ്ങളിൽ നിക്ഷേപകന്റെ നിയമപരമായ അവകാശികൾക്ക് പണം കൈമാറുന്നതിനായി രജിസ്റ്റർ ചെയ്ത വിൽപത്രം, തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ബാങ്കുകൾ വിശദമായി പരിശോധിക്കും. അതിനുശേഷം മാത്രമേ അവകാശികൾക്ക് അർഹമായത് ലഭിക്കൂ. ബാങ്ക് ലോക്കറുകളുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകൾക്ക് തുടർച്ചയായി 4 നോമിനികളെ വരെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും. അക്കൗണ്ട് ഉടമയുടെ മരണമുണ്ടായാൽ 1ാമത്തെ നോമിനിക്ക് മുൻഗണനയുണ്ടാവും. മരണശേഷം വരാവുന്ന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന്മേലുള്ള തർക്കം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോമിനികളെ തിരഞ്ഞെടുക്കുമ്പോഴും പേര് നിർദ്ദേശിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധ വേണം. അതായത് പലതവണ ആലോചിച്ചും ചിന്തിച്ചും മാത്രം വ്യക്തികളെ തീരുമാനിക്കണമെന്ന് അർത്ഥം. അല്ലാതെ വൈകാരികമായി ക്ഷോഭിച്ചിരിക്കുമ്പോഴോ അമിത ആഹ്ലാദത്തിലായിരിക്കുമ്പോഴോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കരുതെന്നും ഓർക്കുക. സാമ്പത്തിക കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്താൽ പിന്നീട് അതോർത്ത് ഖേദിക്കേണ്ടി വരില്ലല്ലോ. ഏതായാലും ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.